ഇന്ന് ഈ ആരാധനയിൽ ദൈവം തെളിയിക്കാൻ പോവുകയാണ്. ഓൺലൈനിൽ ലൈവായി ഞങ്ങളെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് കരങ്ങൾ കൊടുത്ത് പറയുക, ദൈവിക അധികാരത്തിന് പരിധിയില്ല എന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയും. ദൈവിക അധികാരത്തിന് പരിമിതികളില്ല എന്ന് ഞാൻ തിരിച്ചറിയും. Can you please be seated in the presence of the Lord? Amen. Thank you Jesus. ആ കരങ്ങളെ ഉയർത്തി പറഞ്ഞേ, Thank you Jesus. Thank you Jesus. Thank you Jesus. ഒത്തിരി കുഞ്ഞുങ്ങൾ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർഡ് ആകുകയാണ്. ഇതിനകത്ത് എക്സാം എഴുതുന്ന മക്കളുമാരുണ്ടെങ്കിൽ ഒന്ന് കൈകൾ ഉയർത്താമോ? എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾ കരങ്ങൾ ഉയർത്താമോ? കുഞ്ഞുങ്ങൾ വന്നിട്ടില്ലെങ്കിലും എൻ്റെ മകൻ്റെ എൻ്റെ മകൾക്ക് ഒരു പരീക്ഷയുണ്ട് ഈ ദിവസങ്ങളിൽ, അതിനുവേണ്ടി എൻ്റെ കുഞ്ഞ് തയ്യാറെടുക്കുന്നു എന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്ന പേരൻസിനൊന്ന് കൈ ഉയർത്താമോ? ഒത്തിരി പേരുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തിനാണ് എക്സാം എഴുതുന്ന അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി എന്ത് കാരണം കൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്? കാരണം എല്ലാവരും എക്സാമിനേഷൻ എഴുതുന്നത് വിജയിക്കാനാണ്. ആരും തോൽക്കാൻ വേണ്ടി പരീക്ഷ എഴുതുന്നില്ല. എല്ലാവരും പരീക്ഷ നേരിടുന്നത്, പരീക്ഷ എഴുതുന്നത് ജയിക്കാൻ തന്നെയാണ്. എന്നാൽ ബൈബിൾ നമുക്ക് തരുന്ന അതിപ്രധാനപ്പെട്ട ഒരു സന്ദേശം, ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്ന ഏറ്റവും വലിയൊരു പ്രബോധനം. കാരണം ഇത് മറ്റാരെങ്കിലും ആണ് പറഞ്ഞതെങ്കിൽ ആ വാക്കിന് അത്രയൊരു ഗൗരവം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. കാരണം എസ്പെഷ്യലി ഈ വാക്ക് അല്ലെങ്കിൽ ഈ വാക്യം, ഞാൻ ആ വാക്യം വായിപ്പിക്കാൻ പോവുകയാണ്. ആ വാക്യം സദൃശ്യവാക്യം 21:31. പ്രോവബ്സ് 21:31. കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിൽ ഇരിക്കുന്നു. കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു. The horse is prepared against day of battle, but victory is of Yahweh, Jehovah. Prepared എന്നൊരു വാക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. All the children, all the students are preparing to meet the examination. കുഞ്ഞുങ്ങളെല്ലാം പരീക്ഷ എഴുതുവാനായി, പരീക്ഷ നേരിടുവാനായി പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞ ആള്, ഈ വാക്ക്, ഈ പ്രബോധനം തന്ന ആള് ഒരു സാധാ മനുഷ്യനല്ല. ആ മനുഷ്യന്റെ പ്രത്യേകത, ആ മനുഷ്യൻ എല്ലാത്തിലും ജയിച്ചവനാണ്. തന്റെ പിതാവായ ദാവീദ് എങ്ങും തോറ്റവനല്ല. ദാവീദ് ചെന്നെടുത്തൊക്കെയും യഹോവ ദാവീദിന് ജയം കൊടുത്തു. എന്നാൽ ദാവീദിന് ചെയ്യാൻ പറ്റാതെ പോയത് പോലും തന്റെ മകനായ ശലോമോനിലൂടെ ദൈവം ചെയ്തെടുത്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജെറുസലേം ടെമ്പിൾ, യെരൂശലേം ദേവാലയം പണിയാൻ ശലോമോനെ ദൈവം ഉപയോഗിച്ചത്. ഈ മനുഷ്യൻ പറയുകയാണ്, നമ്മൾ എത്ര ശക്തനാണെങ്കിലും, നമുക്കെത്ര കഴിവുണ്ടെങ്കിലും, നമ്മൾ എത്ര സന്നാഹങ്ങളുള്ള ആളാണെങ്കിലും, നിങ്ങളുടെ കുതിര എത്ര ട്രെയിൻഡ് ആണെങ്കിലും, എത്ര പ്രിപ്പയർഡ് ആണെങ്കിലും, ജയം ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഞാൻ ആ വാക്ക് അതുപോലെ വിശ്വസിക്കുകയാണ്. അത് വിശ്വസിക്കാത്തവർ ഇവിടെ ഉണ്ട്, അവരെന്തേലും ആയിക്കോട്ടെ, സ്തോത്രം. പക്ഷെ ഞാൻ ഈ വാക്ക് അതുപോലെ വിശ്വസിക്കുകയാണ്. ജയം ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഒരുവനെ ഇവിടെ രാജാവായി വാഴിക്കുന്നതും രാജാവായി വാണവനെ പ്രജയാക്കി മാറ്റുന്നതും ദൈവമാണ്. ഒരുവനെ ഉയർത്തുന്നതും മറ്റൊരുവനെ താഴ്ത്തുന്നതും എന്റെ ദൈവം തന്നെയാണ്. എല്ലാം ആയവനെ ഒന്നും അല്ലാത്തവനാക്കാനും ഒന്നും അല്ലാത്തവനെ എല്ലാമാക്കി മാറ്റാനും എന്റെ ദൈവം. ജയം ദൈവത്തിന്റെ കൈവശമാണ്. മക്കളുമാരെ, എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആകുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഈ കാര്യം മനസ്സിലാക്കണം. ജയം, വിക്ടറി ദൈവത്തിന്റെ പക്കലാണ്. എന്നാൽ ഒരു കാര്യം നമുക്കിവിടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മളത് പ്രാർത്ഥിക്കേണ്ടതാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഇഫ് എനി ഓഫ് യു ലാക്സ് വിസ്ഡം ലെറ്റ് ഹിം ആസ്ക് ഓഫ് ഗോഡ് ഹു ഗീവ്സ് ടു ഓൾ ലിബറലി ആൻഡ് വിതൗട്ട് റിപ്രോച്ച് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ടു ഹിം. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ അവനെ മണ്ട എന്ന് വിളിച്ച് മാറ്റി നിർത്താതെ, അവനെ ബത്സിക്കാതെ, നിനക്കൊരു കഴിവില്ലാത്ത ഒരു കുട്ടിയാണെന്ന് പറഞ്ഞ് അവനെ വിമർശിക്കാതെ, അവന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് വിധി എഴുതാതെ, അവനെ ഭത്സിക്കാതെ,
എല്ലാവർക്കും ഈ ജ്ഞാനം, ഈ വിസ്ഡം ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവൻ അത് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്തി. നമ്മുടെ ചർച്ചിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ ഈ ലൈവ് കാണുന്ന അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള എല്ലാ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർഡ് ആകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത കൈകളെ ഒന്ന് ഉയർത്തി. ദൈവികമായ ഒരു ജ്ഞാനം, ഒരു വിസ്ഡം ദൈവം അവർക്ക് കൊടുക്കാനായി നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയപൂർവ്വം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ ജ്ഞാനം ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർഡ് ആകുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ആ ഗ്രേസ്, നിന്റെ വിസ്ഡം അവരുടെ മേൽ യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. ഓക്കെ, എന്നെ ശ്രദ്ധിച്ചാട്ടെ. 121 സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ മക്കളുമാരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മൈ ഹെൽപ്പ് കംസ് ഫ്രം ദ ലോർഡ്. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. മൈ ഹെൽപ്പ് കംസ് ഫ്രം ദ ലോർഡ്. എക്സാം എഴുതുന്ന എല്ലാ മക്കളുമാരെയും കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും നോക്കി ഞാൻ യേശുവിൻ നാമത്തിൽ നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ ശബ്ദം കേൾക്കുന്നില്ല ചർച്ചിൽ നിന്ന്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. കാരണം ഒരു റിക്വസ്റ്റ് ബൈബിൾ തരുന്നത് സദൃശ്യവാക്യം 16:3 കമ്മിറ്റ് യുവർ വർക്ക്സ് ടു ദ ലോർഡ് and your thoughts will be established. Proverbs chapter 16:3 commit your works to the Lord and your thoughts will be established. ഇതെല്ലാവരോടുമുള്ള ഒരു സന്ദേശമാണ്. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർഡ് ആകുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒത്തിരി സമയമെടുത്ത് പഠിക്കുന്നുണ്ട്, ഒത്തിരി ഉറക്കം ഉളയ്ക്കുന്നുണ്ട്, ഒത്തിരി എഴുതുന്നുണ്ട്, ഒത്തിരി വായിക്കുന്നുണ്ട്, ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് മിസ്സാകരുത്, പ്രാർത്ഥനയുടെ സമയങ്ങൾ മിസ്സാകരുത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ ആളുകൾ അന്നുണ്ടായിരുന്നെങ്കിൽ, എന്നെ ഈ നിലയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഇങ്ങനെ ഏതെങ്കിലും ഭാഷമാരോ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റിയനെയായിരുന്നു. ആരും മിണ്ടുന്നില്ലല്ലോ. ഇത് തന്നെയല്ലേ നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിന് മുൻപ്, നിങ്ങൾ വായിക്കാനിരിക്കുന്നതിന് മുൻപ് നിങ്ങൾ അല്പസമയം പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കണം. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ 3 മണിക്കൂർ 2 മണിക്കൂർ ഒക്കെ നിങ്ങൾ പഠിക്കാനിരിക്കും, എന്നാൽ നിങ്ങൾക്ക് അതിനു മുൻപ് ഒരു 5 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാനായി നിങ്ങൾ സമയം കണ്ടെത്തണം. ബൈബിൾ തുറന്ന് ഒരു സങ്കീർത്തന ഭാഗമോ ഒരു വചനമോ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ, സ്റ്റുഡൻസ് എല്ലാം, എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആകുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ എക്സാമിനേഷനുകളെ, എൻ്റെ പ്രവർത്തികളെ, എൻ്റെ ഫ്യൂച്ചറിനെ ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ ലൈവിൽ എന്നെ കാണുന്നവരോ ചർച്ചിലുള്ളവരോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അരികിൽ ഇരിപ്പുണ്ടെങ്കിൽ അവർ മേളിൽ ഒന്ന് കൈ വെച്ചിട്ട് ഹല്ലേലൂയ നിങ്ങൾ പറയാനിടയാകണം, എൻ്റെ കുഞ്ഞിനെ, എൻ്റെ മകനെ, എൻ്റെ മകളെ ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു, ഞാൻ യഹോവയ്ക്ക് സമർപ്പിക്കുന്നു. ബൈബിൾ പറയുന്നു, അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. I decree and declare your generation will be established. The Lord will establish them. The Lord will settle them. In the mighty name of Jesus. Hallelujah. Hallelujah. നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ ഡിഫിക്കൽട്ട് ആയ, പഠിക്കാൻ ഏറ്റവും ടഫ് ആയ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കാണും, ബയോളജിയോ മാത്സോ. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സബ്ജക്റ്റ് ഏതാണെന്ന്. ആ സബ്ജക്റ്റ് പഠിക്കുവാൻ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് സഹായം ആവശ്യപ്പെടണം. പരിശുദ്ധാത്മാവേ, എനിക്കിതിൽ ഇച്ചിരി ജ്ഞാനം കുറവാണ്, എനിക്ക് ഇത് വായിക്കാൻ പഠിക്കാൻ ഇച്ചിരി വിസ്ഡം കുറവാണ്. എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവേ, ജ്ഞാനത്തിൻ്റെ ആത്മാവേ, വിവേകത്തിൻ്റെ ആത്മാവേ, ഇത് വായിക്കുമ്പോൾ ഇത് ഗ്രഹിക്കാനും ഇത് മനസ്സിലാക്കാനും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ
100% Holy Spirit will help you. ഇതിലെല്ലാം ഉപരിയായി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന, ഇങ്ങനെ തന്റെ പ്രവൃത്തികളെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയോടുള്ള ബന്ധത്തിൽ അവന്റെ എക്സാമിനേഷൻ ഹാളിൽ അവന്റെ അപ്പൻ കടന്നു വരാൻ കഴിയില്ല, അവന്റെ അമ്മയ്ക്ക് വരാൻ കഴിയില്ല, അവന്റെ അധ്യാപകർക്കോ അവന്റെ ട്യൂഷൻ സാറിനോ ഒന്നും അവിടെ വന്നിരിക്കാൻ കഴിയില്ല. പക്ഷേ നിന്റെ വലത്ത് ഭാഗത്ത് നിന്നെ സഹായിക്കുന്ന ഒരു കരം നിനക്കുണ്ടാകും. വിശ്വസിക്കുന്നവർ ഒന്ന് കരമടിച്ച്, നിന്റെ വലത്ത് ഭാഗത്ത് നിന്നെ സഹായിക്കുന്ന ഒരു കരം നിനക്കുണ്ടാകും. അതുകൊണ്ട് ആങ്ഷ്യസ് ആകരുത്. ഞാൻ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മക്കളുമാരോട് പറയുന്നത്, നിങ്ങളുടെ അകത്തൊരു ഫിയർ ഉണ്ടാകരുത്. പേടി, പരീക്ഷാ പേടി ഉണ്ടാകരുത്. ഹല്ലേലൂയ. ആ ഫിയർ നിങ്ങളുടെ അകത്ത് ഉണ്ടാകരുത്. നിങ്ങൾ ആങ്ഷ്യസ് ആകരുത്. കമ്പാരിസൺ ഉണ്ടാകരുത്. കമ്പാരിസൺ മീൻ എനിക്ക് അവനേക്കാൾ കൂടുതൽ മാർക്ക് മേടിക്കണം, എനിക്ക് അവളേക്കാൾ കൂടുതൽ മാർക്ക് മേടിക്കണം, എനിക്ക് അവളെ തോപ്പിക്കണം, എനിക്ക് അവനെ തോപ്പിക്കണം, ഞാൻ ഈ പ്രാവശ്യം 1ാം സ്ഥാനത്ത് വരും, അവൾ 4ാം സ്ഥാനത്താകണം. ഈ ഒരു കമ്പാരിസണും കോമ്പറ്റീഷനും നിങ്ങളുടെ ഹൃദയത്തിൽ വരരുത്, നിങ്ങളുടെ ഉള്ളിൽ വരരുത്. അത് പിശാച് ചിലപ്പോൾ മുതലെടുക്കാൻ സാധ്യതയുണ്ട്. അവിടെ നിങ്ങൾ ഇങ്ങനെയാ പറയേണ്ടത്, കർത്താവേ, നീ എനിക്ക് വെച്ചിരിക്കുന്ന ഫ്യൂച്ചർ, നീ എനിക്ക് വെച്ചിരിക്കുന്ന ഭാവി, നീ എനിക്ക് വെച്ചിരിക്കുന്ന മാർക്ക്, നീ എനിക്ക് വെച്ചിരിക്കുന്ന ഭാവി, ഇത് പിശാചിന് തടയാൻ അനുവാദമില്ല. എന്റെ ടാർഗറ്റിൽ ഞാൻ എത്തും. അതുകൊണ്ടാണ് മക്കളെ കുറിച്ച് പറയുമ്പോൾ ബൈബിൾ തലമുറകളെ കുറിച്ച് നൽകുന്നത് ഇങ്ങനെയാണ്: നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുകളായിരിക്കും. ഒലിവ് ട്രീ സ്പിരിച്വൽ ആണ്. ഞാൻ ഇന്നലെ വൈകിട്ടും പറയാനിടയെ, 2 വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. സങ്കീർത്തനങ്ങൾ 127 4 വാക്യം, വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. എന്താണ് വീരന്റെ അസ്ത്രത്തിന്റെ പ്രത്യേകത? ഒരിക്കലും വീരന്റെ കയ്യിലിരിക്കുന്ന അസ്ത്രം മിസ്സാകത്തില്ല. വീരൻ ഒരു മാനിനെയോ ഒരു മൃഗത്തെയോ തന്റെ പൂണിയിൽ നിന്ന് അമ്പെടുത്ത് വില്ലിനകത്ത് വെച്ച് തൊടുത്തുവിട്ടാൽ ഒരിക്കലും ആ അമ്പ് മിസ്സാകത്തില്ല. അത് കൃത്യമായ ടാർഗറ്റിൽ എത്തിയിരിക്കും. നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ, IAS കാരനാകാനോ IPS കാരനാകാനോ ഡോക്ടർ ആകാനോ എഞ്ചിനീയർ ആകാനോ ഒരു സുവിശേഷ വേലക്കാരനാകാനോ കർത്തൃ ശുശ്രൂഷകനാകാനോ ഒരു ടീച്ചർ ആകാനോ ഒരു പ്രൊഫസർ ആകാനോ, എന്ത് ജോലിയുമാകട്ടെ, ഏത് പ്രൊഫഷനോ ആകട്ടെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തെ നിന്റെ തലമുറ ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ ബൈബിൾ നിനക്ക് ഉറപ്പ് തരുന്നു, നിന്റെ മക്കൾ വീരന്റെ കയ്യിലെ അസ്ത്രം പോലെയാകും. അത് ആ ടാർഗറ്റിലെത്തും. വാ തുറന്ന് പറഞ്ഞേ, അത് ആ ടാർഗറ്റിലെത്തും. അത് മിസ്സാകത്തില്ല. അത് ആ ടാർഗറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, എന്തോ ഇങ്ങനെ ശക്തമായി അകത്തുനിന്ന് പുറപ്പെടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുകയാണ്. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ഭയവും വേണ്ട. 2 തിമോത്തിയോസ് 1:7, For God has not given us a spirit of fear, but of power, love and a sound mind. For God has not given us a spirit of fear, but of power, love and a sound mind. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. എക്സാം എഴുതുന്ന മക്കളുമാരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആകുന്ന മക്കളുമാരോ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന പേരൻസും എഴുന്നേറ്റ് നിന്നേ. അവരെ പ്രതിനിധാനം ചെയ്യുന്ന പേരൻസും കൂടെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. All the fear, all the anxiety, mental stress and pressure, comparison, I break it in the name of Jesus Christ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എല്ലാ ആകുലതകളും എല്ലാ ഭയവും ഒന്ന് വിട്ടുപോകട്ടെ. ഷിജിൻ ബ്രദറും ജാക്സണും ഒന്ന് മുന്നോട്ട് വന്നാട്ടെ. ഈ വരി ഒരിക്കൽ കൂടെ പാടി, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. എക്സാം എഴുതുന്ന മക്കളുമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അരികിലേക്ക് കൊണ്ടുവരിക. ഈ പേനയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, പേന പ്രാർത്ഥിച്ച് കൊടുക്കണമെന്ന് പറയുന്നവരോട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പേന അല്ല അത്ഭുതം ചെയ്യുന്നത്, നിങ്ങൾ എഴുതുന്ന പേനയല്ല പ്രവർത്തിക്കുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, പ്രാർത്ഥിക്കുന്നവന്റെ കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവന്റെ കരം പിടിക്കുന്ന ഒരു ദൈവം. That's why the Bible says, അതുകൊണ്ടാണ് വചനം പറയുന്നത് 144 സങ്കീർത്തനം 1 വാക്യത്തിൽ, Blessed be the Lord my rock, who trains my hands for war and my fingers for battle. എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും
പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. ഇതിന് രണ്ട് ആത്മീക അർത്ഥങ്ങളുണ്ട്. എങ്കിലും ഞാൻ പറയുന്നു, എൻ്റെ കൈകളെ, എൻ്റെ വിരലുകളെ യുദ്ധത്തിനായി അഭ്യസിപ്പിച്ച് ആ കരത്തിന്റെ പ്രവർത്തികളെ സാധ്യമാക്കി ജയം നൽകുന്ന ഒരു ദൈവമുണ്ട്. കർത്താവേ, ഞാൻ ഇങ്ങനെ പറയുന്നു, ഇവരുടെ മക്കളുമാരും പരാജയപ്പെടുകയില്ല. ഞാൻ ഇതിലും നല്ലൊരു ആമീൻ പ്രതീക്ഷിച്ചിരുന്നു. ഇവരുടെ തലമുറകൾ ആരും പരാജയപ്പെടുകയില്ല. യെശയ്യാ 54:13, നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. ബാക്കി ആ കസേരകളിൽ ഇരിക്കുന്നവർ നിങ്ങളുടെ കൈകളെ ഉയർത്തി എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. പ്ലീസ് കം ഹിയർ. ബാക്കിയുള്ളവർ കരങ്ങളെ ഒന്ന് ഉയർത്തി പിടിച്ചാട്ടെ. ഫാദർ, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ എക്സാമിനേഷന് വേണ്ടി, പരീക്ഷ എഴുതുവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ 54:13, നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതും ആയിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവിൻ തൈകൾ ആയിരിക്കും. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകും നിങ്ങളുടെ മക്കൾ. ഞാൻ നിന്റെ നാവിൽ പകർന്ന എന്റെ വചനത്തെയും ഞാൻ നിന്റെ ഉള്ളിലാക്കിയ എന്റെ ആത്മാവിനെയും നിന്റെ സന്തതിയിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയിൽ നിന്നും ഒരു നാളും നീങ്ങിപ്പോകത്തില്ല എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം, തലമുറകളെ ഓർക്കുന്ന ദൈവം, തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവം, കർത്താവേ, ഇവരുടെ ജനറേഷനെ, ഇവരുടെ തലമുറകളെ അനുഗ്രഹിക്കേണ്ടതിനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ഇവരുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ദുഃഖിക്കാതെ, ഒരിക്കലും ഇവരുടെ മക്കളെ ഓർത്ത് ഭാരപ്പെടാതെ, കർത്താവിന്റെ ദാസൻ PG വർഗീസ് അങ്കിൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കർത്താവേ, ഒരു മണിക്കൂറത്തേക്ക് പോലും ഈ കുഞ്ഞുങ്ങൾ പിഴച്ചു പോകാതെ, ഒരു മണിക്കൂറത്തേക്ക് പോലും ഈ തലമുറകൾ നശിച്ചു പോകാതെ, ഈ കുഞ്ഞുങ്ങൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മഹത്വം, നിന്റെ സാന്നിധ്യം അവരുടെ കൂടാരങ്ങളിൽ ഇറങ്ങി വരട്ടെ. നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ആ ജ്ഞാനത്തെ ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എഴുതിയിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം നീ വിസ്ഡം കൊടുക്കണമേ, എക്സാം എഴുതുവാനുള്ള കൃപ കൊടുക്കണമേ, നീ അവരെ ബലപ്പെടുത്തണമേ, പഠിക്കുവാനുള്ള ഉത്സാഹം കൊടുക്കണമേ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, അവരുടെ ടൈം വേസ്റ്റ് ആയി പോകാതെ അവരുടെ ടൈം മാനേജ് ചെയ്യാൻ, കൃത്യമായിട്ട് അവർ ടൈം മാനേജ് ചെയ്യാൻ യേശുവിന്റെ നാമത്തിൽ ഇടയാകണമേ. അവർ എക്സാം ഹാളിൽ പ്രവേശിക്കുമ്പോൾ അവരുടെ മുമ്പിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യനുകൾക്കും കൃത്യമായി ആൻസറുകൾ എഴുതാനുള്ള സമയങ്ങൾ അവർക്ക് ഇനഫ് ആകണമേ യേശുവിന്റെ നാമത്തിൽ. ചില കുഞ്ഞുങ്ങളുടെ കരങ്ങൾ ഇങ്ങനെ വിയർക്കാറുണ്ട്, അലർജികൾ വന്ന് വിയർക്കാറുണ്ട്. എക്സാം ഹോളിൽ കയറുമ്പോൾ അവർക്ക് പേന പിടിച്ച് എഴുതാൻ കഴിയാതെ അവരുടെ പേപ്പറുകൾ നനയുന്നത് പോലെ കൈകൾ വിയർക്കുന്ന അലർജികളുണ്ട്. അതിപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ പാൽപിറ്റേഷൻ പോലെ ഹൃദയമിടിപ്പ് കൂടുന്ന അവസ്ഥകളുണ്ട്, അത് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എക്സാമിന്റെ ടൈം ആകുമ്പോൾ പനി ഉണ്ടാകുക, എക്സാമിന്റെ ടൈം ആകുമ്പോൾ തലവേദന വരിക, എക്സാമിന്റെ സമയമാകുമ്പോൾ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള എല്ലാ രോഗശക്തികളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പേന കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, ആ പേന അത്ഭുതം ചെയ്യത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ അത് അവരുടെ ഫെയ്ത്ത് ആണ്. എലീശ വെള്ളത്തിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതുപോലെ, രക്തസ്രവക്കാരി സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിൽ തൊട്ടതുപോലെ, ഓ താങ്ക് യു ലോർഡ് ജീസസ്. എലീശ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി വെള്ളത്തിൽ എറിയാൻ പറഞ്ഞതുപോലെ ഇതൊരു ഫെയ്ത്ത് ആണ്, വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. അവർ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന ആ പേന, കർത്താവെ ഞാൻ ബ്ലസ് ചെയ്യുന്നു, ആ കരങ്ങളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് ആ എക്സാം നന്നായിട്ട് എഴുതാൻ അവർക്ക് കൃപ ചെയ്യണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്ലസ് ചെയ്യുന്നു, ബ്ലസ് ചെയ്യുന്നു. ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ, ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ. ഈ പ്രാർത്ഥന ആരൊക്കെ കേൾക്കുന്നുവോ, ആരൊക്കെ എന്റെ കൂടെ പ്രാർത്ഥിക്കുന്നുവോ, അവർക്ക് തോൽവി ഇല്ല. കർത്താവേ, യേശുവിൻ നാമത്തിൽ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. Amen. May God bless you and I bless you. Amen. We all are bless you in Jesus almighty name. Amen. ദൈവം നിങ്ങളെ ഒരു അനുഗ്രഹവും അത്ഭുതവുമാക്കട്ടെ. Amen. മക്കളുമാരെ, മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ
നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമാകട്ടെ. ദൈവത്താൽ നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഒരു ദൈവദാസൻ എന്ന നിലയിൽ നിങ്ങളുടെ ജനറേഷനെ, നിങ്ങളുടെ തലമുറയെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് ബ്ലസ് ചെയ്താൽ. God bless you all. God bless you all. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Can you please be seated in the presence of God? Thank you Lord. ഈ കഴിഞ്ഞ ദിവസത്തിൽ yes Pastor Christian, please come forward. ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. KL19 K9615 ദയവായിട്ട് 9615 ഈ ഒരു ഓൾട്ടോ കാർ നിങ്ങളുടെ ആരുടെയെങ്കിലും ആണെങ്കിൽ ദയവായിട്ട് അത് മാറ്റി കൊടുക്കണം. അത് ബ്ലോക്ക് ആയിട്ട് കിടക്കുകയാണ്. സ്തോത്രം. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചർച്ചകളിലെ മീറ്റിങ്ങുകളിലും ശുശ്രൂഷകളിലും ഒക്കെ പങ്കെടുത്ത് പ്രാർത്ഥിച്ച അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ സൗഖ്യമുണ്ടാകുവാൻ കർത്താവ് ഇടയാക്കി. ഒത്തിരി മിറക്കുലസായ ഹീലിങ്ങുകൾ കർത്താവ് അവരുടെ ജീവിതത്തിൽ അയക്കാനായിട്ട് ഇടയായി. ജോലി ലഭിച്ചവരുണ്ട്, തലമുറകളെ കിട്ടിയവരുണ്ട്. ഇന്നലെ രാത്രിയിൽ ഞാൻ ഇറങ്ങിപ്പോകുന്ന വഴിക്ക്, മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഒരാൾ വന്ന് കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയിലുണ്ടായ ഒരു വിടുതലിന്റെ സാക്ഷ്യം ഒരു 30 സെക്കൻഡിൽ ഓടി വന്ന് പറഞ്ഞിട്ട് പോയി. ഇങ്ങനെയാണെങ്കിൽ ഒത്തിരി പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്നവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രാർത്ഥനകളിൽ സൗഖ്യവും വിടുതലുകളും ഉണ്ടായവരുണ്ട്. യേശു കർത്താവ് സൗഖ്യമാക്കിയവരുണ്ട്. കർത്താവിൻ്റെ കരത്താൽ വഴികൾ തുറന്നവരുണ്ട്. വിടുതൽ ലഭിച്ചവരുണ്ട്. ഈ പ്രാർത്ഥനകളിലൂടെ, ഈ ശുശ്രൂഷകളിലൂടെ, ഈ ലൈവ് കണ്ടപ്പോൾ, ഷോർട്ട് വീഡിയോസ് കണ്ടപ്പോൾ, ഈ ശുശ്രൂഷകളിലൂടെ ഒക്കെ പല തരത്തിൽ പല നിലകളിലുള്ള വിടുതലും സൗഖ്യവും ഒക്കെ ലഭിച്ചവർ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തോടുള്ള നന്ദി സൂചകമായി അവരുടെ കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാം. അവരുടെ കൈകൾ ദൈവത്തോടുള്ള നന്ദി സൂചകമായി. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ എൻ്റെ ദൈവം എനിക്കൊരു പ്രവൃത്തി അയച്ചു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ ഒരു വിടുതലുണ്ടായി. ഈ സഭയിൽ വന്ന് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ ഈ ശുശ്രൂഷകൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ പാസ്റ്റർമാർ പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ ജീവിതത്തിൽ യേശു ഞങ്ങൾക്കായി ഒരു പ്രവൃത്തി ചെയ്തു എന്നുള്ളവരെന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാണ്. അവർക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ജസ്റ്റ് ക്യാൻ യു പ്ലീസ് സ്റ്റാൻഡ് ഓൺ യുവർ ഫീറ്റ്? ഒറ്റ നിമിഷം അവർക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. വേഗത്തിലൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. അവർക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ആ എഴുന്നേറ്റ് നിന്നവർ ഒന്ന് വേഗത്തിൽ മുൻപിൽ വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാനും നിങ്ങളിൽ നിന്ന് കേൾക്കുവാനും ഇടയാകും. ഒന്ന് വേഗത്തിൽ അവർ ഒന്ന് മുൻപിലേക്ക് ഓടി വന്നാട്ടെ. പുറത്ത് കരങ്ങൾ ഉയർത്തിവരും. ഇതിൻ്റെ വെളിയിലും ആളുകൾ ഇരിക്കുന്നുണ്ട്. പുറത്ത് കരങ്ങൾ ഉയർത്തിവരും, അകത്ത് കൈകൾ ഉയർത്തിവരും. ദയവായിട്ട് ഒന്ന് വേഗത്തിൽ മുൻപിലേക്ക് വന്നാട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. For you are great, you do miracles so great. There is no one else like you. There is no one else like you. For you are great. ഒരു കാര്യം ഇവരെ ടെസ്റ്റ് മണി മനസ്സിലാക്കുന്നതിന് ഒരു കാര്യം ലൈവിലുള്ളവരെന്നെ ഒന്ന് ശ്രദ്ധിക്കണം. കേരളത്തിൽ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും നമ്മുടെ ചർച്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിന് പുറത്ത് ആന്ധ്രാപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, തമിഴ്നാട്ടിൽ, ഒഡീഷയിൽ ഒക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ, ഔട്ട്റീച്ച് മിനിസ്ട്രികൾ നടക്കുന്നു ദൈവകൃപയാൽ. എന്നാൽ വിദേശ രാജ്യത്ത്, പ്രത്യേകിച്ച് യു എയിൽ എല്ലാ എമിറേറ്റ്സിലും, എനിക്ക് തോന്നുന്നു ഉമ്മൽ കോയിൻ എന്ന സ്ഥലം ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ എമിറേറ്റ്സിലും, അജ്മാൻ, അബുദാബി, ഷാർജ, ദുബായ്, റാസൽ ഖൈമ തുടങ്ങിയ എല്ലാ എമിറേറ്റ്സിലും നമ്മുടെ ആരാധനകൾ നടക്കുന്നുണ്ട്. കുവൈറ്റിൽ സാൽമിയ, അബ്ബാസിയ, മംഗഫ് ഈ 3 സ്ഥലത്തും ആരാധനകൾ നടക്കുന്നുണ്ട്. ബഹ്റിനിലും നമ്മുടെ ചർച്ച് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, ആരാധന നടക്കുന്നുണ്ട്. ഖത്തറിലും എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് നമ്മുടെ ആരാധന നടക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ 3 സ്ഥലത്ത് നമ്മുടെ ചർച്ചുകൾ ഫംഗ്ഷൻ ചെയ്യുന്നു. ഒത്തിരി നേഴ്സുമാരും ഒത്തിരി ആളുകളൊക്കെ നാട്ടിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കും UK യിലേക്കൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയിലെ മെൽബൺ എന്ന സ്ഥലത്ത് എല്ലാ ഞായറാഴ്ചയും നമ്മുടെ ആരാധന നടക്കുന്നുണ്ട്. അഡിലൈഡിൽ എല്ലാ ഞായറാഴ്ചയും അനുഗ്രഹിക്കപ്പെട്ട ആരാധന സൗത്ത് ഓസ്ട്രേലിയയിലുള്ള അഡിലൈഡിൽ നടക്കുന്നുണ്ട്. സിഡ്നിയിൽ നമ്മുടെ ചർച്ച് ഫംഗ്ഷൻ ചെയ്യുന്നു. സിഡ്നിയിലോ അഡിലൈഡിലോ മെൽബണിലേക്കോ ആരെങ്കിലുമൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ, അവിടെ ആരെങ്കിലും ഞങ്ങളെ വാച്ച് ചെയ്യുന്നെങ്കിൽ, ജീസസ് ഈസ് അലൈവിന്റെ അനുഗ്രഹിക്കപ്പെട്ട ചർച്ചുകൾ അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് കൈകൾ അടിച്ച് യേശുവിനെ നന്ദി പറഞ്ഞു. അതുപോലെ യു എസ് എയിൽ അമേരിക്കയിലെ ഡാലസിൽ നമ്മുടെ ചർച്ച് ഫംഗ്ഷൻ ചെയ്യുന്നു. ഡാലസ് ചർച്ചിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ന്യൂയോർക്കിൽ പാസ്റ്റർ ടിജി ജോർജിന്റെ നേതൃത്വത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ചർച്ച്, ഏറ്റവും ബ്ലസ്ഡ് ആയ ചർച്ച് ന്യൂയോർക്കിൽ നടക്കുന്നു. ആൽബനിയിലും
ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു. ആൽബനി എന്ന സ്ഥലത്തും കാനഡയിൽ ടൊറന്റോ എന്ന പട്ടണത്തിൽ പാസ്റ്റർ ഡിജുവിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ചർച്ച് അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നു. ഈ കാനഡയിലൊക്കെ ഒത്തിരി ആളുകൾ ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. പലരും മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ഇവിടെയൊക്കെ നമ്മുടെ ചർച്ചുകൾ ഉണ്ടോ എന്ന്. ആ സ്ഥലത്ത് നമ്മുടെ ചർച്ചുകൾ ഫംഗ്ഷൻ ചെയ്യുന്നു. കാൽഗറിയിൽ അനുഗ്രഹിക്കപ്പെട്ട ചർച്ച് ഫംഗ്ഷൻ ചെയ്യുന്നു. മീഡിയ ദയവായിട്ട് ഇത് അവരെ ചർച്ചിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ അത് ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങൾ ആളുകൾക്ക് കൊടുക്കണം. കാരണം ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഇങ്ങനെ പല രാജ്യങ്ങളിലും എൽഷദായിയുടെ ആരാധനകൾ നടക്കുന്നുണ്ട്, ചർച്ചുകൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ കൂട്ടായ്മകളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ ഏതെങ്കിലും സ്ഥലം എനിക്കറിയാം ഏതൊക്കെ വിട്ടുപോയിട്ടുണ്ട് പറയാൻ, എൻ്റെ ഓർമ്മയിലുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇസ്രായേലിൽ ഞങ്ങളുടെ ഒരു ചെറിയ കൂട്ടായ്മ ജെറുസലേമിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ആ പ്രാർത്ഥന സൂമിലൂടെയാണ് ഇപ്പോൾ കാരണം ഞങ്ങൾക്കിപ്പോൾ എപ്പോഴും അവിടെ യുദ്ധമൊക്കെ നടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ദൈവദാസന്മാരെ എപ്പോഴും അങ്ങോട്ട് അയക്കാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് സൂമിലൂടെയാണ് ആ മീറ്റിംഗ് ചർച്ച് നടക്കുന്നത്. അതിൻ്റെ ലിങ്കുകൾ ആവശ്യമുള്ളവർ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കാണുന്നെങ്കിൽ ഏതെങ്കിലും ഒരു വാട്സാപ്പ് നമ്പർ എന്തെങ്കിലും ഈ ലൈവിൽ ഒന്ന് കാണിക്കണം. അവർക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കും. റോമിൽ ഒരു ചെറിയ കൂട്ടായ്മയുണ്ട്, ഒരു ചെറിയ പ്രാർത്ഥനയുണ്ട്. നേരത്തെ അത് കോവിഡിന് മുൻപ് നല്ലൊരു കൂട്ടായ്മയായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഒത്തിരി എന്താ പറയുന്നത് ആളുകൾ ഒത്തിരി കുറഞ്ഞു. കാരണം ഈ യൂറോപ്പിലൊക്കെയുള്ള ആളുകൾ പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോവാണ്. പ്രത്യേകിച്ച് മലയാളികൾ. നമ്മുടെ ആളുകൾ എങ്ങും നിൽക്കില്ല. ദുബായ് നിൽക്കുമ്പോൾ തോന്നും യു കെക്ക് പോകണമെന്ന്, യു കെ നിൽക്കുമ്പോൾ തോന്നും ഓസ്ട്രേലിയക്ക് പോകണമെന്ന്, ഓസ്ട്രേലിയ നിൽക്കുമ്പോൾ തോന്നും കാനഡയ്ക്ക് പോകണമെന്ന്, പിന്നെ തോന്നും അമേരിക്കയ്ക്ക് പോകണം. അമേരിക്കയിൽ ചെന്ന് കഴിയുമ്പോൾ ചിന്തിക്കും ഇനി ഞാൻ എങ്ങോട്ട് പോകുമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആളുകൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓടി നടക്കുന്നവരാണ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചേർന്ന് ഹല്ലേലൂയ. ലണ്ടനിൽ UK-യിൽ നിങ്ങൾ എന്നെ കാണുന്നെങ്കിൽ ജീസസ് ഈസ് അലൈവിൻ്റെ കൂട്ടായ്മ, ജീസസ് ഈസ് അലൈവിൻ്റെ ചർച്ച് മാഞ്ചസ്റ്ററിൽ ആരംഭിച്ചിട്ടുണ്ട്. മാഞ്ചസ്റ്ററിൽ ഒരു ചെറിയ കൂട്ടായ്മ കർത്താവിൻ്റെ ദാസൻ സജി ബ്രദറിൻ്റെ നേതൃത്വത്തിൽ മാഞ്ചസ്റ്ററിൽ ഒരു ചെറിയ കൂട്ടായ്മയുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഈ വാട്സാപ്പിൽ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ സ്കോട്ട്ലൻഡിലും ഞങ്ങളുടെ പ്രിയ സഹോദരൻ ഷിജോയുടെ നേതൃത്വത്തിൽ സ്കോട്ട്ലൻഡിലും ഒരു ചെറിയ കൂട്ടായ്മ നടക്കുന്നുണ്ട്. ലണ്ടനിൽ നമ്മുടെ റെഹബോത്ത് ചർച്ച് പാസ്റ്റർ ഗോഡ്ലിയുടെ ചർച്ചാണത്. പാസ്റ്റർ ഗോഡ്ലി ചെറിയാൻ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്റെ ചർച്ചാണ്. ലണ്ടൻ ഭാഗത്ത് എന്നെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ റെഹബോത്ത് എന്ന അനുഗ്രഹിക്കപ്പെട്ട ചർച്ച് ലണ്ടനിൽ പ്രവർത്തിക്കുന്നു. എല്ലാ ചർച്ചുകളും ബ്ലെസ്ഡ് ആണ്. ഈ ഞാനുമായിട്ടും നമ്മുടെ മിനിസ്ട്രിയുമായിട്ടും കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ കാര്യം എനിക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ എല്ലാ ചർച്ചിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ നിന്നാൽ ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ ആദ്യം പോലെ ആയിപ്പോവും. ഇങ്ങനെ ഒരു വലിയ ചരിത്രം തന്നെ പറഞ്ഞ് വരേണ്ടി വരും. സ്തോത്രം. ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ ആദ്യം എന്താണെന്നുള്ളത് വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇങ്ങനെ വലിയൊരു വംശാവലിയാണ്. ചേർന്ന് രാമീൻ പറഞ്ഞാൽ ഈ ചർച്ചുകളിലൊക്കെ നിങ്ങൾക്ക് കടന്നു പോകാവുന്നതാണ് ആരാധനയ്ക്ക്. നിങ്ങൾ ആരെങ്കിലും ഒരു മിഷൻ വർക്കിന് വേണ്ടി ഒരു മിഷൻ, ഇപ്പം നിങ്ങൾക്കൊക്കെ തോന്നത്തില്ല ഒരു മിഷൻ ഫീൽഡിലേക്കൊന്ന് പോകണം, നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ ഒന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ദയവായിട്ട് ഞങ്ങളുടെ ഒഡീഷയിലുള്ള മിഷൻ ഫീൽഡൊക്കെ ഒന്ന് സന്ദർശിക്കണം. അവിടെ നമുക്കൊരു ചിൽഡ്രൻസ് ഹോം ഉണ്ട്. നമ്മൾ ഒത്തിരി കുഞ്ഞുങ്ങളെ അവിടെ അഡോപ്റ്റ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങളെ ഗ്രാമങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആത്മഭാരം അകത്ത് കയറുമ്പോൾ നോർത്ത് ഇന്ത്യക്കൊക്കെ പോകണമെന്ന് തോന്നിയാൽ അതിനും നിങ്ങളെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയും. ഈ സഭകളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. ഒന്ന് കൈകളെ ഉയർത്തി ചർച്ചുകളെല്ലാം ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ, ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നെ നോക്കിയ ഈ മാൾട്ടയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചുണ്ട്. ഫെയ്ത്ത് പെന്റക്കോസ്റ്റൽ ചർച്ച് എന്നാണ് അതിൻ്റെ പേര്. കർത്താവിൻ്റെ ദാസന്മാർ അവിടെ ശുശ്രൂഷിക്കുന്നു. അങ്ങനെ നെതർലാൻഡ്സിൽ പാസ്റ്റർ ഷിനോജിൻ്റെ ചർച്ച അവിടെ ഫംഗ്ഷൻ ചെയ്യും. നെതർലാൻഡ്സിൽ പോകുന്നവരുണ്ടെങ്കിൽ നെതർലാൻഡ്സിൽ ആരെങ്കിലും ചർച്ച അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രിയ സഹോദരൻ ഷിനോജിൻ്റെ ചർച്ച് നെതർലാൻഡിലുണ്ട്. യൂറോപ്പിൽ എല്ലായിടത്തും മലയാളം ചർച്ചുകളുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന അവിടെ ഒന്നും ചർച്ചുകളില്ലെന്നാണ്. ബെൽജിയത്തിലുണ്ട്. തോമസുട്ടി പാസ്റ്ററിൻ്റെ മകളും മരുമകനും അവിടെ ചർച്ച നടത്തുന്നുണ്ട്. എല്ലാ സ്ഥലത്തും അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മകളുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം നിങ്ങളായിരിക്കുന്ന ലൈവിൽ കാണുന്നവരാണ് പറയുന്നത്. തിരുവനന്തപുരംകാർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്നത്, ലൈവിൽ കാണുന്നവർക്ക് വേണ്ടിയാണ്. നിങ്ങളായിരിക്കുന്ന രാജ്യത്തിൽ നിങ്ങൾക്കൊരു മലയാളം ചർച്ച്, ഈ മലയാളികൾ മലയാളം ചർച്ച് അന്വേഷിക്കും. അങ്ങനെ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. മറ്റേതെങ്കിലും ഒരു നല്ല കൂട്ടായ്മ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അവിടെ കടന്നുപോയി. എല്ലാ ചർച്ചുകളും ബ്ലസ്ഡ് ആണ്. എല്ലാ ചർച്ചുകളെയും കർത്താവ് നട്ടതാണ്. എല്ലാ ചർച്ചുകളും അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. പക്ഷേ ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് ഈ നമ്മുടെ മിനിസ്ട്രിയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള, കണക്ട് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ ചർച്ച എന്നല്ല, എനിക്ക് പരിചയമുള്ള എൻ്റെ സഹോദരങ്ങളുടെ ദൈവദാസന്മാരുടെ ഡീറ്റെയിൽസ് ആണ് നൽകുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി, ശുശ്രൂഷയ്ക്കായി ഒരു വേദഭാഗത്തിലേക്ക്, അതിപ്രധാനപ്പെട്ട ഒരു ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്.
റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം, റോമൻ ചാപ്റ്റർ 8, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമർ 8-ന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ജീസസ്. റോമർ 8-ന്റെ ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. എല്ലാവരും ആ വാക്കെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെയും ആകുലപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പറഞ്ഞേ, പുത്രത്വത്തിന്റെ ആത്മാവ്. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഈ താങ്ക് യു പാസ്റ്റർ, ബൈബിളിന്റെ താളുകൾ മറിഞ്ഞു പോയാൽ എങ്ങനെ ശുശ്രൂഷിക്കും? സിമ്പിളാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും അതിപ്രധാനപ്പെട്ട ദൈവം മനുഷ്യർക്ക് നൽകിയ, തൻ്റെ പുത്രനിലൂടെ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയാണ് മക്കൾ എന്ന പദവി. ഞാനിത് വളരെ സിമ്പിളായിട്ടാണ് പറയുന്നതെങ്കിലും ഞാൻ പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. കാരണം പഴയ നിയമത്തിലെ പുസ്തകങ്ങളിൽ ഉടനീളം നിങ്ങൾ പരിശോധിച്ചാൽ പഴയ നിയമ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ മക്കൾ എന്ന പദവിയിൽ നിൽക്കുന്ന ആരെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഏലിയാവോ എലീശായോ മോശയോ അഹരോനോ ആരുമാകട്ടെ, ഗിദയോനോ, ഇങ്ങനെ ഒരു ദാവീദോ ശലോമോനോ, ഇവരാരും മക്കൾ എന്ന പദവിയിലല്ലായിരുന്നു, ആ ഒരു ആത്മതലത്തിലല്ലായിരുന്നു നിന്നത്. അവർ പലരും ദൈവത്തിൻ്റെ ദാസന്മാരായിരുന്നു, ദൈവത്തിൻ്റെ പ്രവാചകന്മാരായിരുന്നു, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിത്വങ്ങളായിരുന്നു. പക്ഷെ ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോഴാണ് എല്ലാ സംവിധാനങ്ങൾക്കും വ്യത്യാസമുണ്ടാകുന്നത്. നിങ്ങൾക്കറിയാമോ, ഇപ്പോഴും ഈ 2026 ഒരു യഹൂദന്മാരും ദൈവത്തെ അപ്പ അല്ലെങ്കിൽ എൻ്റെ പിതാവേ എന്ന് വിളിക്കത്തില്ല. വിളിക്കാൻ അവർക്ക് പേടിയാണ്, അവരങ്ങനെ വിളിക്കുകയില്ല. കാരണം അങ്ങനെയല്ല അവരുടെ മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നത്. ദൈവം എൻ്റെ ഒരു അപ്പൻ എന്ന പദവിയിലല്ല, അതിലും മുകളിലാണ് എന്നുള്ള ഒരു വലിയ സങ്കല്പം, വലിയൊരു വിശ്വാസമാണ് ഇവരുടെ ഉള്ളിലുള്ളത്. പക്ഷേ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ആ മോഡൽ ഓഫ് പ്രെയർ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ മാതൃക എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ യേശുവാണ് ശരിക്കും പറഞ്ഞാൽ ഈ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം ഈ ഭൂമിയിൽ ഏറ്റവും ശക്തമായി വെളിപ്പെടുത്തിയത്. യേശു കർത്താവ് അതുകൊണ്ടാണ് പുത്രനായി വന്നത്. യേശു ആരാണ്? പുത്രൻ. യേശു പുത്രനായി ഈ ഭൂമിയിൽ വന്നത് തൻ്റെ പുത്രൻ അനേക സഹോദരന്മാർക്ക് ആദ്യജാതനാകേണ്ടതിനാണ്. എന്നെയും നിങ്ങളെയും പുത്രനാക്കി പുത്രിയാക്കി മാറ്റേണ്ടതിനാണ് ദൈവം ഈ ഭൂമിയിൽ പുത്രനായി വന്നത്. മനസ്സിലായില്ല? അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. അപ്പോൾ ദൈവത്തിന്റെ മകനാണ് ഞാൻ, ദൈവത്തിന്റെ മകളാണ് ഞാൻ എന്നൊരു വലിയ റെവലേഷൻ, ഇതൊരു ബോധമല്ല, ഇതൊരു ചിന്തയല്ല. ഞാൻ അതാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ് എന്നൊരു വലിയ ഉറപ്പുണ്ടാകണം, വലിയൊരു ഉറപ്പുണ്ടാകണം. ഹല്ലേലൂയ. ചേർന്നൊരു ആമീൻ പറയാമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ എനിക്കും നിങ്ങൾക്കും തരുന്ന ഏറ്റവും വലിയ ഉറപ്പാണ് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം
അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അധികാരം നൽകിയിരിക്കുന്നു. നിങ്ങൾക്കൊരു ഒരു സത്യം അറിയാമോ? ഈ ഒരു വേദഭാഗം അല്ലെങ്കിൽ ഈ ഒരു വചനം നിങ്ങളുടെ അകത്ത് യഥാർത്ഥമായി ഒന്ന് ശക്തമായി കയറിയാൽ സകല പൈശാചിക തലങ്ങളും അവിടെ തകർന്നു പോകാനിടയാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവത്തിന്റെ മക്കളാകാൻ, മകനാകാൻ, മകളാകാൻ അധികാരം നൽകിയിരിക്കുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അതൊരു പൊസിഷൻ അല്ല, അവിടെ വ്യക്തമായി കാണുന്നു, അതൊരു അതോറിറ്റിയാണ്, അതൊരു അധികാരമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മകൻ, മകൾ എന്ന് പറയുന്നത് ഒരു പൊസിഷനേക്കാൾ അപ്പുറം സ്പിരിച്വലി ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് വ്യാപരിക്കുന്ന അതിശക്തമേറിയ ഒരു അധികാരമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. 1 കൊരിന്ത്യർ 13-ന്റെ 11-ാമത്തെ വാക്യം. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഞാനൊരു ശിശു ആയിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിന് ഉള്ളത് ത്യജിച്ചു കളഞ്ഞു. അടുത്ത വാക്യത്തിലേക്ക് വരണം, വായിച്ചാട്ടെ. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. അപ്പോൾ നിങ്ങൾ ആരും ഒരു ആത്മീയ ശിശു അല്ല, ഒരു ബേബി അല്ല, ഒരു ഇൻഫന്റ് അല്ല, ഒരു കുഞ്ഞല്ല. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ എന്നുള്ള കാറ്റഗറി ദൈവം ഓരോരുത്തരെ വിളിച്ചിരിക്കുന്ന വിളിയാണ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, അവൻ ചിലരെ പ്രവാചകന്മാരായും, അവൻ ചിലരെ സുവിശേഷകന്മാരായും, അവൻ ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തതോടുകൂടെ പിന്നെ അപ്പോസ്തലന്മാരില്ല എന്നാണ് പറയുന്നതെങ്കിൽ പൗലോസ് അപ്പോസ്തലനാകത്തില്ല. കാരണം ദൈവം 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇല്ലായിരുന്നു. അവൻ സഭയെ ഉപദ്രവിച്ചും മുടിച്ചും നടന്നവനാണ്. പിന്നത്തേതിൽ ദൈവം തന്നെ ഒരു അപ്പോസ്തലനായി വിളിക്കുകയായിരുന്നു. ഇന്നും ആ വചനം ജീവിക്കുന്നു. ഇന്നും പ്രവാചകന്മാരുണ്ട്, ഇന്നും അപ്പോസ്തലന്മാരുണ്ട്, ഇന്നും സുവിശേഷ. ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം ഒന്നിച്ചാണ് എഴുതിയിരിക്കുന്നത്. എഫേസ്യർ 4:11 ഇതൊന്നിച്ചാണ് എഴുതിയിരിക്കുന്നത്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇന്നും സുവിശേഷകന്മാരുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. അത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്നും പാസ്റ്റർമാരുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്നും പ്രവാചകന്മാരുണ്ട്, ഇന്നും അപ്പോസ്തലന്മാരുണ്ട്. ഇത് ദൈവം വിളിച്ചിരിക്കുന്ന ഒരു വിളിയാണ്, ഒറ്റ കാറ്റഗറിയാണ് ഇത്. ഇത് ഓരോരുത്തരെ ദൈവം ആ കോളിംഗ് ദൈവം പ്രൂവ് ചെയ്യും എപ്പോഴും. ആ വിളി എപ്പോഴും ഒരാളുടെ ശുശ്രൂഷയിൽ പ്രൂവ് ചെയ്യും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 12:12 പൗലോസ് സഭയോട് പറയുന്നത്, അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ സഹിഷ്ണുതയാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും നിങ്ങളുടെ ഇടയിൽ അത് വെളിപ്പെട്ടു വരും. നിങ്ങളുടെ ഇടയിൽ അത് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്റെ മേലുള്ള വിളി ഒരു പക്ഷെ പ്രവാചകന്റെ വിളിയായിരിക്കാം, അപ്പോസ്തോലിക വിളിയായിരിക്കാം, സുവിശേഷകന്റെ വിളിയായിരിക്കാം, ഇടയന്റെ വിളിയായിരിക്കാം, പഠിപ്പിക്കാനുള്ള ഉപദേഷ്ടാവിന്റെ വിളിയായിരിക്കാം. അത് ഓരോരുത്തരെ ദൈവം വിളിച്ചതുപോലെ. എന്നാൽ ദൈവം എന്നെ കാണുന്നത് അപ്പോസ്തലനായിട്ടോ, പ്രവാചകനായിട്ടോ, ഇടയനായിട്ടോ, സുവിശേഷകനായിട്ടോ, ഉപദേഷ്ടാവായിട്ടോ അല്ല ദൈവം എന്നെ കാണുന്നത്. ദൈവം എന്നെ കാണുന്നത് അവന്റെ മകനായിട്ടാണ്. നീ മനസ്സിലായില്ല? പറയാം. നിങ്ങളുടെ മകൻ ഇവിടെ ഒരു IPS ഓഫീസറായി, നിങ്ങളുടെ മകൻ ഒരു IPS ഓഫീസറായി, ഇവിടുത്തെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ മോൻ ഇവിടുത്തെ കമ്മീഷണറാണെന്നിരിക്കട്ടെ. ഇവിടുത്തെ പോലീസുകാർക്കും ഇവിടുത്തെ ഗവൺമെന്റിനും ആ പുള്ളി കമ്മീഷണറായിരിക്കും. പക്ഷെ അച്ഛനും അമ്മയ്ക്കും അവൻ മോനായിരിക്കും. പിടികിട്ടുന്നുണ്ടോ? അല്ലല്ലോ, അച്ഛനും അമ്മയ്ക്കും അത് മകനായിരിക്കും. ഇതുപോലെ തന്നെ കർത്താവിന്റെ രാജ്യത്തിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളികളുണ്ട്, ദൈവം നമ്മളെ പൊസിഷൻ ചെയ്യുന്ന മേഖലകളുണ്ട്. ആ പൊസിഷനിൽ, ആ കോളിങ്ങിലായിരിക്കും നമ്മൾ മിനിസ്റ്റർ ചെയ്യുന്നത്. ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത് ബേസിക്കലി ദൈവത്തിന്റെ ഹൃദയത്തിൽ നിങ്ങൾ പ്രവാചകിയോ, പ്രവാചകനോ, അപ്പോസ്തലനോ, ഇന്നലെ വന്ന വിശ്വാസിയോ, പഴയ വിശ്വാസിയോ ഒന്നുമല്ല. നിങ്ങളും ഞാനും കർത്താവിന്റെ മക്കളാണ്. ആ ഉറപ്പുള്ളവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളും ഞാനും കർത്താവിന്റെ മക്കളാണ്. കാൺമീൻ, നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവായ ദൈവം
എത്ര വലിയ സ്നേഹമാണ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുക എന്ന് പറയുന്നത് അതൊരു ചെറിയ പൊസിഷൻ അല്ല. ഇവിടെ ഇരിക്കുന്ന പേരൻസിനോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നതും നിങ്ങൾ അധ്വാനിക്കുന്നതും നിങ്ങൾ പ്രയത്നിക്കുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗം പറഞ്ഞാൽ നിങ്ങൾ ജീവിക്കുന്നത് പോലും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഉറപ്പാണോ? അതുകൊണ്ടാണ് യേശു കർത്താവും പറഞ്ഞത്, ഈ ഭൂമിയിൽ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ തന്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. ഇന്ന് ഒത്തിരി ഡെലിവറൻസുകൾ ഇതിൽ നടക്കാനുണ്ട്. ദൈവത്തിന്റെ പ്രവർത്തികൾ നടക്കട്ടെ. ഇന്നലത്തെ പോലെ മെസ്സേജ് നല്ലൊരു ഫയറായിട്ട് പോകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യട്ടെ. പക്ഷേ എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ ഒരു സത്യം, നിങ്ങളുടെ ഹൃദയത്തിനകത്ത്, നിങ്ങളുടെ ഉള്ളിനകത്ത് ഒരു ഭയങ്കര ഡീപ്പായി ആഴമേറിയ ഒരു വെളിപ്പാടുണ്ടാകണം. ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാത്ത ആരുമില്ല, ജീവിതത്തിൽ വീഴ്ചകൾ വരാത്ത ആരുമില്ല. ഇതിനകത്ത് ഒരു മനുഷ്യന് പോലും പറയാൻ പറ്റത്തില്ല ഞാനൊരു പൂർണ്ണനായ ആളാണ്, എൻ്റെ ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും ഒരിക്കൽ പോലും ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആർക്കും പറയാൻ കഴിയും. നമ്മളിൽ എല്ലാവരിലും കുറവുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഈ പല ആളുകളുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവോ ഒരു തെറ്റോ ഒരു വീഴ്ചയോ സംഭവിക്കുമ്പോൾ അവർ പെട്ടെന്ന് ഡൗൺ ആയിപ്പോവും. പെട്ടെന്ന് അവരുടെ മനസ്സിൽ വരും, ദൈവം എന്നെ കൈവിട്ടോ, കർത്താവ് എന്നെ മറന്നു കളഞ്ഞോ, അയ്യോ ഞാൻ അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് ചിന്തിച്ചത് കൊണ്ട് ദൈവം എന്നെ അങ്ങ് ഉപേക്ഷിച്ച് കളയുവോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഈ ഒരു റെവലേഷനിൽ നിൽക്കുന്നവരല്ല. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണെന്നുള്ള ബോധ്യം അവരുടെ ഉള്ളിൽ ഇല്ലാത്തവരാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞ് ഒരു ചെറിയ തെറ്റ് കാണിച്ചാൽ, ഒരു ചെറിയ കുരുത്തക്കേട് കാണിച്ചാൽ അവനെ നിങ്ങൾ കൊണ്ട് അടിച്ച് വെളി കളയാണോ? തെറ്റുകളെ നിങ്ങളുടെ മക്കളിൽ ഉണ്ടായ കുറവുകളെയും അവരിൽ സംഭവിച്ച തെറ്റുകളെയും നിങ്ങൾ തിരുത്തും, നിങ്ങൾ കറക്റ്റ് ചെയ്യാതിരിക്കത്തില്ല. ഒരു പേരൻസ് അത് ചെയ്തിരിക്കും, ഉറപ്പായിട്ട് ചെയ്തിരിക്കും. പക്ഷെ അവരെ തിരുത്തുന്നതും അവരെ ശാസിക്കുന്നതും അവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മക്കളുമാരോട്, ദൈവത്തിന്റെ മക്കളുമാരോട് ഞാൻ സ്നേഹത്തോടെ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന തിന്മകളെന്ന് നിങ്ങൾ പറയുന്നത് പോലും നിങ്ങളുടെ സ്വർഗത്തിലെ അപ്പ നിങ്ങൾക്ക് നന്മയ്ക്കാക്കി മാറ്റും. ഒരിക്കലും ഒരു കാരണവശാലും ഒരിടത്തും ഒരു സ്ഥലത്തും ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല, ദൈവം നിങ്ങളെ വെറുതെ അയക്കത്തില്ല, ദൈവം നിങ്ങളെ തകർത്ത് കളയത്തില്ല. ബിക്കോസ് യു ആർ ദ ചൈൽഡ് ഓഫ് ജീസസ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ, യു ആർ ദ ചൈൽഡ് ഓഫ് ജീസസ്. ഇത് പൈശാചിക ലോകത്തിന്റെ മുമ്പിൽ പറയാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങളുടെ മക്കൾ അമ്മയെന്ന് വിളിക്കുന്നുണ്ടല്ലേ, അമ്മ, മമ്മി. നിങ്ങൾക്കറിയാം നിങ്ങളുടെ പിള്ളേരെന്താ നിങ്ങളെ വിളിക്കുന്നതെന്ന്. ഇതുപോലെ അയലോക്കത്തെ ചെറുക്കനും കൊച്ചും അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളും ഒരു പക്ഷേ നിങ്ങളെ അമ്മച്ചീന്നായിരിക്കും വിളിക്കുന്നത്. ആണോ? എന്നെ സിമ്പിളായിട്ട് കുറച്ചു നേരം പറഞ്ഞു തന്നിട്ട് നമുക്ക് അങ്ങോട്ട് കയറി വരാം. ഒരു പക്ഷേ അയലോക്കത്തെ കൊച്ച് നിങ്ങളെ അമ്മച്ചീന്നായിരിക്കും വിളിക്കുന്നത്, അല്ലെ അമ്മയെന്നായിരിക്കും വിളിക്കുന്നത്. ആണോ? എൻ്റെ പിള്ളേരെ കൂടാതെ എന്നെ അമ്മയെന്ന് വിളിക്കുന്ന വേറെ ആളുകളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവരെ ജനിപ്പിച്ചത് കൊണ്ടല്ല, അവരെൻ്റെ മക്കളായതുകൊണ്ടുമല്ല. പക്ഷെ എന്നെ കാണുമ്പോൾ സ്നേഹത്തോടെ അമ്മയെന്നാണ് വിളിക്കുന്നത് എന്നുള്ളത് കൈവൊക്കെ. ആ കൈവൊക്കെയോട് ഞാൻ ചോദിക്കട്ടെ, സ്വത്ത് വീതം വയ്ക്കുമ്പോൾ അവർക്ക് കൊടുക്കുമോ? സ്വത്ത് വീതം വയ്ക്കുമ്പോൾ അവർക്ക് കൊടുക്കുമോ? പിന്നെ ആർക്കേ കൊടുക്കത്തുള്ളൂ? നിങ്ങളുടെ മക്കൾക്ക് മാത്രമേ ലീഗലി, യഥാർത്ഥമായി, നിയമപരമായ നിങ്ങളുടെ മക്കൾക്ക് മാത്രമേ നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ കൈമാറത്തുള്ളെങ്കിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവത്തിന്റെ മക്കളാകാൻ അധികാരം നൽകിയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ എന്തെല്ലാം അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടോ, അവൻ എന്റെ അപ്പായതുകൊണ്ട്, അവൻ എന്റെ അപ്പനായതുകൊണ്ട് സൗഖ്യം എനിക്കുള്ളതാണ്. ഇന്ന് രാത്രിയിൽ വിടുതൽ എനിക്കുള്ളതാണ്, നന്മ എനിക്കുള്ളതാണ്, അനുഗ്രഹങ്ങൾ എനിക്കുള്ളതാണ്, ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്ങുകൾ എനിക്കുള്ളതാണ്, പ്രോസ്പെരിറ്റി എനിക്കുള്ളതാണ്. കൈകൾ അടിച്ച് കർത്താവിന് ഇത് വേറെ ഒന്നും വേണ്ട. ഞാൻ പല സമയങ്ങളിലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ എനിക്ക് എന്തെങ്കിലും ഭാരമോ വിഷമമുണ്ടോ, ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും ഞാനിങ്ങനെ എന്താ പറയുന്നത്, പ്രാസം ഒപ്പിച്ചൊന്നും പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്കൊരു ശൈലി ഉണ്ടല്ലോ, ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവം എന്നൊക്കെ ഇങ്ങനെ നീട്ടിപ്പിടിച്ചുകൊണ്ട് വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ആരുമില്ല ഇവിടെ? തലമുറയായി ഞങ്ങളുടെ സംഗീതവും ഞങ്ങളുടെ കോട്ടയും വാസസ്ഥലവും എന്നൊക്കെ പറഞ്ഞ് വരുമല്ലോ പ്രാർത്ഥിച്ചു. ഒരു കുഴപ്പമില്ല, ഞാൻ അതിനെ എതിർക്കുകയല്ല, അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ പല സന്ദർഭങ്ങളിലും ഞാൻ ദൈവസന്നിധിയിൽ ചെന്ന് നിന്ന് കൈമലർത്തിയിട്ട് ഞാൻ ഈ പ്രാസം ഞാൻ ഇങ്ങനെ അപ്പാ 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 പിതാവേ, അപ്പാ പിതാവേ, പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ അങ്ങയുടെ സന്നിധി വരുന്നപ്പാ, ഞാൻ നിന്റെ മകനല്ലയോ കർത്താവേ, നീ എൻ്റെ അപ്പായില്ലേ. ഈ അപ്പനും മോനുമായിട്ടാ പിന്നെ ഡീലെല്ലാം.
ദൂരെ നിൽക്കുന്ന ദാസനാകാതെ മടിയിലിരിക്കുന്ന പുത്രനാകുക. Oh, Jesus. കരം Hallelujah. അടിച്ച് Amen. ദൂരെ നിൽക്കുന്ന Amen. ദാസനാകാതെ Oh, Jesus. Hallelujah. Hallelujah. മടിയിലിരിക്കുന്ന പുത്രനാകുക. Amen. ഓ ശബ്ദഹസകചലബയരബ. Oh, Jesus. ആ ഒരു ബന്ധത്തിലേക്ക്, ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് സഭ കയറി വരണം. നിങ്ങളുടെ പ്രാർത്ഥനാ ശൈലികൾ അങ്ങനെ ആകണം. ദൈവത്തെ എന്തോ ഒരു വലിയൊരു ഭീകര വസ്തുവായി, പേടിപ്പിക്കുന്ന എന്തോ ആയി കാണാതെ, എന്തോ ഒരു ഭയങ്കര എന്തോ ഒരു ഭയാനകമായ ഒരാൾ, ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നെ ഇങ്ങനെ ചെയ്തു കളയും എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വമായി കാണാതെ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പയാണ് എൻ്റെ ദൈവം എന്നുള്ള Amen. Hallelujah. ഒരു ഈ ചില ആളുകൾക്ക് ദൈവത്തെ അങ്ങനെ കാണാൻ പറ്റത്തില്ല. ഞാൻ ചില ചെറുപ്പക്കാർ പിള്ളേരെ ഞാൻ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ അവർക്ക് അപ്പനായിട്ട് അങ്ങോട്ട് സംബോധന ചെയ്യാൻ പറ്റുന്നില്ല. അവരെന്താ അങ്ങനെ ചെയ്യാത്തെന്ന് ചോദിച്ചപ്പം അതിൽ 1-2 പിള്ളേർ ഞങ്ങൾ കൗൺസിൽ ചെയ്തപ്പോൾ പറഞ്ഞത്, അവരെ ഈ ഭൂമിയിൽ ജനിപ്പിച്ച അപ്പനിൽ നിന്ന് അവർക്കുണ്ടായ തിക്ത അനുഭവങ്ങളാണ്. ഈ അപ്പൻ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മൈൻഡിൽ വരുന്ന ഒരു രൂപം, കള്ളും കുടിച്ചിട്ട് വന്ന് അമ്മയെ അടിക്കുന്ന ആള്, പീഡിപ്പിക്കുന്ന ആള്, ഉപദ്രവിക്കുന്ന ആള്, ചീത്ത പറയുന്ന ആള്, കളിയാക്കുന്ന ആള്, ഇറങ്ങി പോടാ വീട്ടിൽ നിന്ന് പറയുന്ന ആള്, ഇങ്ങനൊരു ഫിഗറാണ് പല പിള്ളേരുടെയും പല മക്കളുമാരുടെ അകത്ത് അപ്പനെ കുറിച്ചുള്ളതായ സങ്കല്പം. പക്ഷെ ഈ ഭൂമിയിലെ പിതാക്കന്മാരെ വെച്ച്, ഈ ഭൂമിയിലെ അപ്പനെ വെച്ച് സ്വർഗത്തിലെ നിന്റെ പിതാവിനെ നീ കമ്പയർ ചെയ്യരുത്. സ്വർഗത്തിലെ നിന്റെ അപ്പ നിന്നെ കൈവിടാത്തവനാണ്. ഞാൻ ഒരു വേർഡ് ഇങ്ങനെ പറയുന്നു, ഈ ഭൂമിയിലെ അപ്പനിൽ നിന്ന്, ഈ ഭൂമിയിലെ അമ്മയിൽ നിന്ന്, ഈ ഭൂമിയിലെ പേരൻസിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം മിസ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തെല്ലാം ലാക്ക് ചെയ്യുന്നുണ്ടോ, നഷ്ടപ്പെടുന്നുണ്ടോ, അത് മുഴുവൻ നിങ്ങൾക്ക് സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് തിരികെ ലഭിക്കും. ഞാനിത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ഞാനിത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. നിങ്ങൾ നോക്കിയ ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം, ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ എഴുതിയിട്ടുണ്ട്, അവകാശി സർവ്വത്തിനും യജമാനനെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. നെക്സ്റ്റ് വേർഡ് പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിപ്പിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി വിനിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് അവിടെ that we might receive adoption of sons എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോണം. ഇംഗ്ലീഷിൽ ഒന്ന് നോക്കണം. നിങ്ങൾ അത്യാവശ്യം വായിക്കാൻ അറിയാവുന്നവരെ, വിദ്യാഭ്യാസമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ. അഡോപ്ഷൻ ഓഫ് സൺസ് എന്ന് വെച്ചാൽ നമ്മളെ അഡോപ്റ്റ് ചെയ്തെന്നാണ് എഴുതിയിരിക്കുന്നത്. അഡോപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ദത്തെടുത്തതാണെന്ന്. എഫേസ്യർക്കെഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം, എഫേസ്യർ 2 ഒന്നാം അധ്യായം അതിന്റെ 3, 4, 5 വാക്യം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധന്മാരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് നമ്മളെ അഡോപ്റ്റ് ചെയ്തെന്നാണ്. ഇവിടെ എല്ലാം നമ്മൾ വായിക്കുന്നത് നമ്മളെ ദത്തെടുത്തെന്നാണ്. എന്തായിരിക്കും അങ്ങനെ എഴുതിയിരിക്കുന്നത്? കാരണം യഥാർത്ഥമായി ദൈവത്തിന്റെ മക്കൾ എന്ന പൊസിഷൻ, യഥാർത്ഥമായി ദൈവജനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ബൈബിൾ സംബന്ധമായി ഇസ്രായേൽ ജനതയാണ്. വാഗ്ദത്ത സന്തതികൾ അവരെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ മക്കൾ തൻ്റെ പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത കാരണത്താലും യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താലുള്ള വീണ്ടെടുപ്പ് അവരിൽ സംഭവിക്കാതെ പോയതിനാലും ആ മക്കളെന്ന പദവിയിൽ അവർ കയറി വരാതെയും പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കാതെയും പോയതിനാൽ ഇപ്പോഴും അവർ ദാസന്മാരാണ്. വെയിലിംഗ് വോളിന്റെ മുമ്പിൽ, വിലാപ മതിലിന്റെ മുമ്പിൽ ഇപ്പോഴും പോയി തലതല്ലി അവർ കരയുന്നത് ദൈവത്തെ യജമാനനെ എന്ന് വിളിച്ചുകൊണ്ട് ഒരു ദാസനായി നിന്നുകൊണ്ടാണ്. എന്നാൽ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഈ ദാസൻ എന്നുള്ള കാര്യത്തിന് വ്യത്യാസം സംഭവിച്ചു. ഒരു വാക്യം യോഹന്നാൻ 8:34-35, യോഹന്നാൻ 8:34-35 ഇതെല്ലാം പറഞ്ഞാൽ യേശു അവനോട് ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. 35-ാമത്തെ വാക്യം, ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ വെളിയിൽ ജോലിക്ക് വരുന്ന, വെളിയിൽ പണിയെടുക്കാൻ വരുന്ന ഒരു പണിക്കാരനുണ്ടെന്നിരിക്കുക. ആ പണിക്കാരൻ നിങ്ങളുടെ പിള്ളേർ ഉമ്മ വീട്ടിൽ കിടന്ന് ഉറങ്ങായിരിക്കും. ആ പണിക്കാരൻ ചെയ്യുന്ന ജോലിയുടെ 100-ൽ 1 അംശം നിങ്ങളുടെ പിള്ളേർ ചെയ്തില്ല. ഹല്ലേലൂയ.
പക്ഷെ എങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഈ പണിക്കാരൻ പുറത്ത് നിന്ന് പണിയെടുക്കുന്ന പണിക്കാരന് ചാടി വീട്ടിനകത്ത് കയറി വന്ന് ചോറ് വിളമ്പി ഉണ്ണാനും ഫ്രിഡ്ജ് തുറന്ന് വെള്ളം എടുത്ത് കുടിക്കാനുള്ള അനുവാദം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പണിക്കാരെ അങ്ങോട്ട് വിടാനാ. അങ്ങനെ ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ അനുവാദം ഉണ്ടോ? പക്ഷെ ഒരു പണിയും ചെയ്യാതെ മേളത്തെ നിലയിൽ കിടന്ന് ഉറങ്ങുന്നവൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നത് അവൻ 12 മണിക്കാണ്. ഹല്ലേലൂയ. എന്നാൽ അവന് വന്ന് ഇഡലി എടുക്കാനും ദോശ എടുക്കാനും ഫ്രിഡ്ജ് തുറക്കാനും ആ വീട്ടിലെ എല്ലാ മുറിയിലും കയറാനും അവനൊരു ഒരു ഫ്രീഡം ഉണ്ട്. അവനത് ആരോടും ചോദിക്കാറ് പോലും ഇല്ല. കാരണം അവൻ അറിയാം, ഞാൻ ഈ വീട്ടിലെ പുത്രനാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ പുത്രൻ മാത്രമേ വീട്ടിൽ വസിക്കത്തുള്ളൂ. ദൈവികമായ സകല അനുഗ്രഹങ്ങളും സ്വായത്തമാക്കാൻ, സകല ദൈവാനുഗ്രഹങ്ങളും നമുക്കുണ്ടാകാൻ ഈ ദാസൻ എന്നുള്ള മൈൻഡ് സെറ്റിൽ നിന്നും, ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നും, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ് എന്ന മനോഭാവം, എന്ന വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. യേശുവിൽ വിശ്വസിച്ചവരെല്ലാം ഒന്ന് കൈ ഉയർത്തി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച ഏവരും, എവരിവൺ, യു ആർ ദ ചൈൽഡ് ഓഫ് ജീസസ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ടെ. ഓക്കെ, അതിന്റെ 32-ാം വാക്യം, യോഹന്നാൻ സുവിശേഷം 8-ന്റെ 32-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യേശു കർത്താവ് അവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വായിക്കാം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പറഞ്ഞിട്ട് യേശു പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ആ ഫ്രീഡം ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾ മക്കളാണെന്നുള്ള ബോധം ഉണ്ടാകണം. നിങ്ങൾക്ക് ആ ഫ്രീഡം ഉണ്ടാകണമെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് പല പിരിമുറുക്കങ്ങളും ഉണ്ട്. ഇതിനകത്തിരിക്കുമ്പോൾ എൻ്റെ ഭാവി എന്താകും, എൻ്റെ സാമ്പത്തികം എന്താകും, എൻ്റെ ജോലി എന്താകും, എൻ്റെ നിത്യത എന്താകും, എൻ്റെ ശുശ്രൂഷ എന്താകും, ഇങ്ങനെയുള്ള ഒത്തിരി പിരിമുറുക്കങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഇല്ലാത്തവരില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. എൻ്റെ അപ്പായിക്ക് എന്നെക്കുറിച്ചൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ ഭൂമിയിലെ ദോഷികളായ എൻ്റെ പേരൻസ് എന്നെ പഠിപ്പിക്കാനും വളർത്താനും ഇവിടം വരെ എത്തിക്കാനും ഇത്രയും എഫേർട്ട് ഇട്ടെങ്കിൽ അവരെക്കാളും എക്സ്ട്രാ ഡീസന്റ് ആണ് സ്വർഗത്തിലെ എൻ്റെ ദൈവം. ആ കർത്താവ് എനിക്ക് വേണ്ടതെല്ലാം കരുതും. ദൈവം എൻ്റെ അപ്പായാണ്, ദൈവം എൻ്റെ അപ്പായാണ്, ദൈവം എൻ്റെ അപ്പായാണ്. ആ അപ്പ എന്നെ ചതിക്കുന്ന പിതാവല്ല, ആ അപ്പ എന്നെ കൈവിടുന്ന പിതാവല്ല എന്ന ബോധ്യത്തിൽ നിൽക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ സംഭവിക്കും. നിങ്ങൾക്കറിയാം, പുത്രന്മാർക്കാണ് അധികാരം, പുത്രന്മാർക്കാണ് അധികാരം, പുത്രിമാർക്കാണ് അധികാരം. ഹല്ലേലൂയ. കാരണം വെല്ലം പിടി കിട്ടുന്നുണ്ടോ? നീ കർത്താവിന്റെ മകനാണ്, മകളാണെങ്കിൽ നിന്റെ വീടിന്റെ വാതിലോട്ട് നിന്ന് ദുഷ്ട പിശാചേ, നിനക്ക് എന്റെ വീടിന്റെ മേൽ എന്ത് അധികാരമെന്ന് നീ പറഞ്ഞാൽ അതിനകത്ത് അവന് കയറാനുള്ള പെർമിഷൻ ഉണ്ടാകുകയില്ല. ഇന്ന് ഈ പകലിൽ മക്കൾ എഴുന്നേക്കണം, മക്കൾ എഴുന്നേക്കണം, മക്കൾ എഴുന്നേക്കണം. ദൂരെ നിൽക്കുന്ന ദാസന്മാരല്ല, മടിയിലിരിക്കുന്ന പുത്രന്മാർ എഴുന്നേൽക്കണം. ദൂരെ നിൽക്കുന്ന ദാസന്മാരല്ല, മടിയിലിരിക്കുന്ന പുത്രന്മാരും പുത്രിമാരും എഴുന്നേൽക്കണം. കരങ്ങൾ അടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞു. ഈ സത്യം നിങ്ങൾ അറിഞ്ഞാൽ, മകളെ, ഈ സത്യം നിങ്ങൾ അറിഞ്ഞാൽ, ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്. ഞാൻ മകനാണെങ്കിൽ, ഞാൻ മകളാണെങ്കിൽ എല്ലാ ദൈവിക അനുഗ്രഹങ്ങൾക്കും അവകാശിയാണ്. ഞാൻ അടിമയല്ല, ഞാൻ യജമാനനാണ്, അവകാശി സർവ്വ. In the name of Jesus, ഞാൻ അടിമയല്ല, ഞാൻ അവകാശിയാണ്. പിശാച് പലതിനെയും അടിമത്തത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിശാച് പലതിനെയും അടിമത്തത്തിലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ പാപത്തിന്റെ അടിമത്വവും, എല്ലാ ശാപത്തിന്റെ അടിമത്വവും, എല്ലാ രോഗത്തിന്റെ അടിമത്വവും, എല്ലാ പൈശാചിക അടിമത്വവും തകർന്നു പോകട്ടെ. പൈശാചിക ലോകം, ഇനി നിങ്ങളെ ഒരു കാര്യം പറഞ്ഞ് പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പൈശാചിക ലോകം പേടിക്കുന്നത് ദാസന്മാരെ അല്ല. പൈശാചിക ലോകം ഭയപ്പെടുന്നത് പുത്രന്മാരെയും പുത്രിമാരെയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ദൈവപുത്രനായ ക്രിസ്തു. 6000 ഭൂതങ്ങൾ കുടിയിരുന്ന ഒരു ശരീരത്തിൽ
ആ ഭൂതഗ്രസ്തനായവൻ വാ തുറന്ന് അലറിക്കൂവി വിളിച്ചത് ദൈവത്തിന്റെ ദാസനെയെന്നോ അഭിഷിക്തനെയെന്നോ പ്രവാചകനെയെന്നോ അല്ല. ആ പിശാച് പേടിച്ച കാര്യം ആ പിശാച് പറഞ്ഞു, ദൈവപുത്ര, സൺ ഓഫ് ഗോഡ്, ദൈവപുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഓ ഹല്ലേലൂയ, ദൈവപുത്ര, നീ സമയത്തിന് മുൻപേ എന്നെ ദണ്ഡിപ്പിക്കാൻ വന്നിരിക്കുകയാണോ? കാരണം പൈശാചിക ലോകത്തിന് അറിയാം സകല അധികാരവും പുത്രന്റെ പക്കലാണ്. സകല അധികാരവും പുത്രന്മാരുടെ പക്കലാണെന്ന്. പുത്രത്വത്തിന്റെ വെളിപ്പാടിൽ ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേറ്റാൽ നീ കൽപ്പിക്കുന്ന വാക്കുകൾക്കകത്ത്, നീ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ കരം ചലിക്കും. ഇത് സ്പിരിച്വൽ ആണ്. ഇത് നമ്മിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു വന്നതാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നത് പുത്രത്വത്തിന്റെ ആത്മാവ്, the spirit of sonship. ഹല്ലേലൂയ. കൃത്യമായി പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന ഒരു ദൈവപൈതലാണ് നിങ്ങളെങ്കിൽ ഭീരുത്വത്തിന്റെ ആത്മാവാണ്. ഭീരുത്വത്തിന്റെ ആത്മാവല്ല. ഭീരുത്വത്തിന്റെ ആത്മാവല്ല. കാരണം ഭീരുത്വത്തിന്റെ ആത്മാവ് നിന്നെ ഭീരുവാക്കി, നിന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പുത്രത്വത്തിന്റെ ആത്മാവ് നീ അധികാരത്തോടെ എഴുന്നേറ്റ് നിന്ന് കൽപ്പിക്കുന്നവനാക്കി മാറ്റും. ഇന്ന് ഈ പകലിൽ പൈശാചിക ലോകം നിന്നെ ഭയപ്പെടുത്തി ഒതുക്കി വെച്ചിരിക്കുന്ന സകല മേഖലകളിലും, പൈശാചിക ലോകം നിന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന സകല മേഖലകളിലും അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന മക്കളുമാര്, ഞാൻ ചോദിക്കട്ടെ, ഈ പ്രപഞ്ചം മക്കളെ, ദൈവത്തിന്റെ മക്കളെ അനുസരിക്കാൻ വെയിറ്റ് ചെയ്യുകയാണ്. വാ തുറന്ന് പറഞ്ഞേ, ഈ പ്രകൃതി, ഉറക്കെ പറ, ഈ പ്രപഞ്ചം ദൈവത്തിന്റെ മക്കളെ അനുസരിക്കുന്നതാണ്. അതെ, അതാണ് റോമ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അതിശക്തമേറിയ ഒരു വെളിപ്പാടാണ് റോമർ 8:19 എന്ന് പറയുന്നത്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. For the earnest expectation of the creation eagerly waits for the revealing of the sons of God. ഈ പ്രപഞ്ചം ദൈവപുത്രന്മാരുടെ വെളിപ്പാടിൽ നിൽക്കുന്നവരെ വെയിറ്റ് ചെയ്യുന്നു. ആരാണ് കാറ്റിനെ ശാസിച്ചത്? പുത്രൻ. ആരാണ് കടലിനെ ശാസിച്ചത്? പുത്രൻ. ആരാണ് തിരമാലകളെ കൽപ്പിച്ചത്? പുത്രൻ. പുത്രൻ പറഞ്ഞപ്പോൾ കാറ്റ് നിന്നു. പുത്രൻ പറഞ്ഞപ്പോൾ തിരമാല നിന്നു. പുത്രൻ പറഞ്ഞപ്പോൾ മീന്റെ വായിൽ ചതുർദ്രഹ്മ നാണയം വന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമിയിൽ ദൈവപുത്രനായ ക്രിസ്തു പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് ഫെയിലായി പോയോ? ഏതെങ്കിലും ഒരു വാക്ക് പരാജയപ്പെട്ടോ? ഒറ്റ വാക്കും പരാജയപ്പെട്ടില്ല. അവൻ പറഞ്ഞ മുഴുവൻ വാക്കുകളും സ്വർഗം അറ്റസ്റ്റ് ചെയ്തു. ലാസറിന്റെ കല്ലറവാതിക്കലിൽ നിന്ന് യേശു പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, പിതാവേ, പിതാവേ, നീ ഇപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പുത്രന്റെ വാക്കിന്റെ മുമ്പിൽ ലാസറിന്റെ ആത്മാവ് തിരികെ വന്ന് മരിച്ചവൻ ഉയർത്തു. ഇന്ന് പകൽ പേടിച്ചു വിറച്ച് എവിടെയോ പുറകിൽ മാറി നിൽക്കുവാനല്ല, പേടിച്ചു വിറച്ച് ഭയപ്പെട്ട് എവിടെയോ ഒതുങ്ങുവാനല്ല, പുത്രത്വത്തിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട്, മക്കളെന്ന പദവിയിൽ നിന്നുകൊണ്ട്, ദാസ്യത്വത്തിൽ നിന്നുകൊണ്ടല്ല, ഭീരുത്വത്തിൽ നിന്നുകൊണ്ടല്ല, അവകാശി, സർവത്തിനും യജമാനനായി ഞാൻ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു അറബി രാജ്യത്തിൽ, ഒരു മിഡിൽ ഈസ്റ്റിൽ ഒരു രാജ്യത്തിൽ യാത്ര ചെയ്തപ്പോൾ ആ വണ്ടി ഓടിച്ചിരുന്ന സഹോദരൻ എന്നോട് പറഞ്ഞു, പക്ഷേ ആ ബിൽഡിംഗ് എല്ലാം പൊളിച്ചു കളഞ്ഞു. ഒരു ഏറിയ എനിക്ക് തോന്നുന്നു ഒരു 10-30 കെട്ടിടങ്ങൾ മൊത്തം പൊളിച്ചു കളഞ്ഞു. അതിനു മുമ്പ് അവിടെ ഫുള്ള് ബിൽഡിംഗ് ആയിരുന്നു. ഞാൻ ചോദിച്ചു, ഇവരെന്തിനത് പൊളിച്ചു കളഞ്ഞേ? അപ്പോൾ പറഞ്ഞു, ഈ ബിൽഡിങ്ങിന്റെ ആ ഭാഗത്ത് നിന്ന ബിൽഡിങ്ങിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ രാജാവിന്റെ മകൻ, അവിടുത്തെ രാജകുമാരനുമായി റിലേറ്റ് ചെയ്ത് എന്തോ ഒരു വിഷയം ഉണ്ടായി. രാജകുമാരൻ പറഞ്ഞു, രാജാവിന്റെ മകൻ, രാജ്യത്തിന്റെ രാജാവിന്റെ മകൻ പറഞ്ഞു മൊത്തം പൊളിച്ചു കളഞ്ഞേക്കാൻ. ഹല്ലേലൂയ. പിന്നെ ഒന്നും കാണാനില്ല, പൊടിപടലേ ഉള്ളൂ. പിറ്റേ ദിവസം വന്ന് എല്ലാം പൊളിക്കുക. കാരണം ഇതൊരു സിസ്റ്റമാണ്, ഇതൊരു അധികാരമാണ്, ഇതൊരു അധികാരമാണ്. ഹല്ലേലൂയ. ആ ഒരു അധികാരത്തെ ദൈവമക്കൾ തിരിച്ചറിയണം.
Amen. ദൈവമക്കൾ തിരിച്ചറിയണം, എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. Yes. Amen. ഉറപ്പാണോ? Yes. 1 കൊരിന്ത്യർ 3:16 എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? Amen. എന്റെ ശരീരം ദൈവത്തിന്റെ ഭവനമാണ്, ഈ ഭവനത്തിൽ പരിശുദ്ധാത്മ വസിക്കുന്നതാണ്, ഞാൻ കർത്താവിന്റെ മകനാണ്, എന്റെ കർത്താവിന്റെ അകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ശരീരം രോഗത്തിനുള്ളതല്ല. Amen. ഈ ശരീരം പിശാചിന് കയറി ഇരുന്ന് ഫുട്ബോൾ അടിക്കാനുള്ളതല്ല. Amen. ഈ ശരീരം പാപത്തിനുള്ളതല്ല. Amen. ഈ ശരീരം മ്ലേച്ഛതയ്ക്കുള്ളതല്ല. ഇത് ദൈവത്തിന്റെ വീടാണെങ്കിൽ Yes. Hallelujah. ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കുന്നു, വലിയ ഞാൻ വൈറ്റ് ഹൗസിലേക്കോ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കോ പ്രൈം മിനിസ്റ്ററിന്റെ വസതിയിലേക്കോ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്കോ ഒന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ വേറെ സംഭവമാണ്. സിമ്പിളായി ചോദിക്കുന്നു, നിങ്ങൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ വഴി പോകുന്നവന് കല്ലെടുത്തെറിയാനുള്ള അനുവാദം ഉണ്ടോ? ഇല്ല. മുഖ്യമന്ത്രിയുടെ വീടും പ്രധാനമന്ത്രിയുടെ വീടും ഒക്കെ അവിടെ നിൽക്കട്ടെ, ഒരുപക്ഷെ അതിനകത്ത് കല്ലെറിയാൻ സമ്മതിക്കില്ല, കല്ലെടുക്കുമ്പോഴേ പോലീസ് പിടിച്ചോണ്ട് പോകും. പക്ഷെ നിങ്ങളുടെ വീടിന്റെ ജനലിനോ നിങ്ങളുടെ വീടിനോ ഒരാൾ കല്ലെടുത്തെറിയാനോ നിന്റെ വീട്ടിലോട്ട് കൊണ്ട് വേസ്റ്റ് ഇടാനോ സമ്മതിക്കുമോ? പറയൂ. ഇല്ല. ആവശ്യമില്ലാത്ത വേസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ ഒരുത്തൻ കൊണ്ടിടാൻ നിങ്ങൾ അനുവദിക്കത്തില്ലെങ്കിൽ നിന്റെ ശരീരം ദൈവത്തിന്റെ വീടാ. അത് പിശാചിന്റെ വേസ്റ്റ് ഇടാനുള്ളതല്ല. ഇത് ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കണം. പിശാചെ, നിന്റെ ഗാർബേജ് കൊണ്ടിടാനുള്ളതല്ല, നിന്റെ വേസ്റ്റ് കൊണ്ടിടാനുള്ളതല്ല. എന്റെ മനസ്സും എന്റെ ആത്മാവും എന്റെ ചിന്തയും എന്റെ ശരീരവും, എന്റെ മനസ്സും എന്റെ ആത്മാവും എന്റെ ചിന്തയും എന്റെ ശരീരവും എന്റെ ദൈവത്തിന് വിശുദ്ധമാണ്. ഉറപ്പാണോ? ദുർഗന്ധം വമിക്കുന്ന കഴുത്തെല്ലാം ഇങ്ങനെ അഴുകി പഴുത്ത് ദുർഗന്ധം വമിക്കുന്ന പുഴു ഇറങ്ങി നിൽക്കുന്ന ഒരു നായ നിങ്ങളുടെ വീടിന്റെ പടിക്കെ വന്ന് കിടന്നാൽ ചിലരതിനെ ട്രീറ്റ് ചെയ്യും, ചെയ്യട്ടെ. പക്ഷെ പൊതുവെ ആളുകൾ എന്ത് ചെയ്യും? അതിനെ ഓടിക്കോ? ഓടിക്കോ? ഒരു പേ പിടിച്ച നായ നിങ്ങളുടെ ഗേറ്റ് കടന്ന് അകത്ത് കയറി വന്നാൽ നിങ്ങൾ ഓടിക്കോ? ഇതിനേക്കാൾ പേ പിടിച്ച എത്രയോ സാധനം ദൈവത്തിന്റെ മന്ദിരമായ നിന്റെ വീട്ടിനകത്ത് കയറി. നീ ഓടിച്ചിട്ടുണ്ടോ? ഇത്രയും നാള് ഓടിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയണം, നിങ്ങളിത് തിരിച്ചറിയണം. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇവിടെ ഇരിക്കുന്നവർ വാ തുറന്ന് പറയാം, എന്റെ ശരീരം ദൈവത്തിന്റെ. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. കർത്താവാണ് സൗഖ്യമാക്കുന്നത്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു ചിന്തയിൽ ഏറ്റവും കൂടുതൽ ഹീലിംഗ് നടക്കുന്നത് എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ഭവനമാണ്, ഞാൻ കർത്താവിൻ്റെ മകനാണ്. ഈ രോഗവും ഈ തിന്മയും എൻ്റെ അകത്ത് ഒരു ഗാർബേജ് പോലെ, ഒരു വേസ്റ്റ് പോലെ, എനിക്ക് വേണ്ടാത്തൊരു സാധനമാണിത്. എനിക്ക് ക്യാൻസർ എനിക്ക് വേണ്ടാത്തതാണ്, ട്യൂമർ എനിക്ക് വേണ്ടാത്തതാണ്, ഇപ്പോൾ കൊണ്ടു നടക്കുന്ന ഈ രോഗം എനിക്ക് വേണ്ടാത്തതാണ്, എനിക്ക് വേണ്ടുന്നതല്ല. അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന നടുവേദന നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കാര്യമല്ല. ആരും എന്റെ കൂടില്ലല്ലോ. നിങ്ങൾ അനുഭവിക്കുന്ന തോളലിന്റെ വേദന നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കാര്യമല്ല. ഈ വേണ്ടാത്ത വേസ്റ്റ് ദൈവത്തിന്റെ ഭവനമാകുന്ന എന്റെ ശരീരത്ത് കൊണ്ടിടാൻ പിശാചേ നിനക്ക് അധികാരമില്ല. ഐ കമാൻഡ് യു നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറയാൻ നിനക്ക് ബലമുണ്ടോ? ഇന്നൊന്ന് കരമടിച്ച് അതൊന്ന് പറയാൻ, ഒന്ന് ആത്മാവിൽ പ്രഖ്യാപിക്കാൻ കഴിയോ? ചില ശക്തികൾ നിന്നെ വിട്ട് ഇറങ്ങിപ്പോകും, ചില ബന്ധനങ്ങൾ ഇന്ന് പകൽ തകർന്നു പോകും. നമ്മൾ പല കാര്യങ്ങളിലും പ്രതികരിക്കാതെ പോകുന്നതാണ്. പൈശാചിക മേഖലയോട് വാ തുറന്ന്, ഇതെല്ലാം വാ തുറന്ന് പറയണം. എന്ന് ഉറക്കെ പറഞ്ഞു, വാ തുറന്ന് പറയണം. ഹല്ലേലൂയ. കടിക്കാൻ മുമ്പിൽ വന്ന് നിൽക്കുന്ന നായോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ എത്ര ശക്തിയോടെ വാ തുറന്ന് വരട്ടണം, ഓടിക്കണം. ഇതുപോലെ അൺവാണ്ടഡായ, അനാവശ്യമായ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ വീട്ടിലോ എൻ്റെ ശരീരത്തിലോ അനുവദനീയമല്ല. ദൈവഹിതമില്ലാത്ത മുഴുവൻ കാര്യങ്ങളും ഇന്ന് പകൽ വിട്ടുപോകണം. ഞാൻ എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ വാ തുറന്ന് പ്രതികരിക്കുന്നവരുടെ വീടുകൾക്കകത്ത് ശരീരങ്ങളുടെ മേളിൽ അത് സംഭവിക്കുക.
Hallelujah. പുത്രന്റെ നാമത്തിൽ അപേക്ഷിച്ചാൽ മാത്രമേ പിതാവ് റെസ്പോണ്ട് ചെയ്തുള്ളൂ. Amen. അതുകൊണ്ടാണ് പുത്രൻ പറഞ്ഞത്, നിങ്ങൾ ഇനി പ്രാർത്ഥിക്കുമ്പം എന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. Amen. Amen. പുത്രന്റെ പേരിൽ ഈ പ്രാർത്ഥന അവസാനിപ്പിച്ചാലേ സ്വർഗം സിഗ്നേച്ചർ ചെയ്തുള്ളൂ. Amen. Amen. ദൈവം ആ പ്രയർ അംഗീകരിക്കണമെങ്കിൽ അവസാനം കൊണ്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ചവിട്ടി നിർത്തേണ്ടത് സകലവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Amen. കാരണം നിന്റെ പ്രാർത്ഥന പോലും സ്വർഗം അറ്റസ്റ്റ് ചെയ്യുന്നത് പുത്രനെ കൊണ്ടുവന്ന് അതിൽ നിർത്തുമ്പോഴാണ്. Amen. Yes. Hallelujah. Amen. Amen. ബൈബിൾ ന്യൂ ടെസ്റ്റ്മെന്റ് ദാസ്യത്വത്തിന്റെ പുസ്തകമല്ല, ന്യൂ ടെസ്റ്റ്മെന്റ് പുത്രത്വത്തിന്റെ പുസ്തകമാണ്. Hallelujah. Jesus. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ മനോഭാവം, ലിസൺ, ദിസ് ഈസ് ദ ഇമ്പോർട്ടന്റ് തിങ്. ദൈവസന്നിധിയിൽ നമ്മുടെ മനോഭാവം ദാസ്യത്വത്തിന്റെ മനോഭാവമായിരിക്കണം. നിങ്ങൾ ഈ ചില പടമൊക്കെ കണ്ടിട്ടുണ്ടോ? പ്രാർത്ഥിക്കാനായിട്ട്, നിങ്ങൾ ആ പിക്ചർ കണ്ടിട്ടുള്ളവർക്കറിയാം, പ്രാർത്ഥിക്കാനായിട്ട് മുറി കയറി പോകുന്നത് പൂച്ചയുടെ പടം. പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പം എന്തോ ആയിട്ടുണ്ട് ഷിജിനെ? സിംഹമായിട്ടുണ്ട്. ദൈവസന്നിധിയിൽ എന്നെ കേൾക്കുന്നുണ്ടോ? നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം, വി ആർ ദ സെർവന്റ്. നമ്മുടെ മനോഭാവം ദാസ്യത്വത്തിന്റെ ആയിരിക്കണം. നമ്മൾ വലിയ അഹങ്കാരികളായി നടക്കുന്ന രാജകുമാരന്മാരെ പോലെ ആകരുത്. പക്ഷെ ആത്മതലത്തിൽ, സ്പിരിറ്റുലത്തിൽ ഈ മൈൻഡിൽ, ഹൃദയത്തിൽ ഉറച്ചൊരു ബോധ്യം വേണം, ഞാൻ അടിമയല്ല, ഞാൻ അവകാശിയാണ്. ഞാൻ അകലെ നിൽക്കുന്ന ദാസനല്ല, ഞാൻ അരികിലിരിക്കുന്ന പുത്രനാണ്, പുത്രിയാണ്. ഈ ഒരു റെവലേഷനിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ഒരു റെവലേഷനിൽ നിന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയേ. നിങ്ങൾ ആ വിഷയത്തിന്റെ ഫയൽ ഒന്ന് കയ്യിലെടുത്തേ, അല്ലെങ്കിൽ ആ പാസ്പോർട്ട് ഒന്ന് കയ്യിലെടുത്തേ, അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചിനെ ഒന്ന് അടുത്ത് വിളിച്ചു നിർത്തിയേ, അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ഇങ്ങനെ തുടങ്ങി, പിതാവേ ഞാൻ നിന്റെ മകനാ, പിതാവേ ഞാൻ നിന്റെ മകളാ, നിന്റെ മകളാകുന്ന ഞാൻ, നിന്റെ മകനാകുന്ന ഞാൻ, അപ്പാ അപ്പാ, എൻ്റെ പിതാവേ, അവിടുത്തെ പുത്രന്റെ നാമത്തിൽ അടുത്തോട്ട് വരികയാണ്, ഈ മകന്റെ അപേക്ഷ കേൾക്കണമേ, ഈ മകളുടെ അപേക്ഷ കേൾക്കണമേ എന്ന് പറയുമ്പം തന്നെ, ഞാൻ നിന്റെ മകനാ, ഞാൻ നിന്റെ മകളാന്ന് പറയുമ്പം തന്നെ